ഇവർക്ക് മുകളിൽ ആരോ ഒരുത്തനുണ്ട്. ഈ ഓപ്പറേഷനിൽ ഞാനാണ് കമാൻഡർ, നിങ്ങളെല്ലാം സോൾജേഴ്സ്. ഇല്ല, മനസ്സിലായില്ല. എന്തോ വലുതായിട്ട് ചെയ്യുകയാണല്ലേ. ആരാടാ നീ? ഡോക്ടർ. ഈ ഫുഡ് കഴിച്ചിട്ടേ അഭിപ്രായം പറയണം. തള്ളു തള്ളോ? അല്ല, നെറുകയില് തല്ലാൻ പറഞ്ഞതാ. അതെ, തള്ളല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെയാ. വേണമെങ്കിൽ അഞ്ജുനോട് ചോദിച്ചു നോക്ക്. ഏയ്, എന്റെ പാചകം എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ. നിന്നോട് ചോദിച്ചില്ല. എന്തായാലും സൂപ്പർ ടേസ്റ്റ്. കാവ്യ നല്ലൊരു കുക്കാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു. അല്ല, ആന്റി മുത്തശ്ശി ഒന്നും പറഞ്ഞില്ല. കൊള്ളാം. മതി, ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. കാവ്യ കള്ളം പറയാ. കാവ്യക്ക് പാചകം അറിയില്ല. ഞാനാ പലപ്പോഴും ഇവക്ക് വേണ്ടി നിങ്ങൾ ആരും അറിയാതെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത്. അന്ന് ബെറ്റ് വന്നപ്പോ പായസം ഉണ്ടാക്കിയതും ഞാനായിരുന്നു. ഇവക്കൊന്നും അറിയില്ല. അഞ്ജു, എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നീ ആന്റിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമല്ലേ ഈ കള്ളക്കളി മുഴുവൻ കളിക്കുന്നേ? നീ എന്തിനാ ഈ കള്ളനാടകത്തിൽ എന്നെ കൂടി ചേർക്കുന്നേ? ഇനി നിന്റെ ഈ കള്ളത്തരത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. എങ്ങനെയുണ്ട് രേണുകയുടെ ഇമോഷണൽ അറ്റാക്ക്? ഏറ്റില്ലേ? ഏറ്റു ഏറ്റു. ഇനി രണ്ടും തല്ലി പിരിഞ്ഞോളും. അഞ്ജു, നീ എന്തുദ്ദേശത്തിലാ എല്ലാവരുടെ മുന്നിൽ നിന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്നെ കളിയാക്കാനല്ലെന്ന് എനിക്കറിയാം. എല്ലാവരുടെ മുന്നിൽ വെച്ച് എനിക്ക് പാചകത്തെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ലെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ഒരു ബിസിനസ് വുമൺ ആവുക എന്നുള്ളത് നിന്റെ മാത്രമല്ല, അച്ഛന്റെയും വലിയ സ്വപ്നമായിരുന്നു. അതിനു വേണ്ടിയിട്ടാ ജീവിതത്തിൽ അടുക്കളയിൽ കയറാത്ത ഞാൻ പാചകം അറിയാവുന്ന എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതും നിന്റെ സഹായത്താൽ ഇത്രയും നാള് പിടിച്ചു നിന്നതും. അതൊടുക്കം നീ തന്നെ തുറന്നു പറഞ്ഞു, നശിപ്പിച്ചു. നമ്മള് കാണിച്ച കള്ളത്തരമല്ല, നീ തന്നെയാ നിന്റെ ഭാവി നശിപ്പിച്ചത്. നീ എന്താ പറഞ്ഞത്? എന്റെ കള്ളത്തരത്തിന് നീ കൂട്ടു നിൽക്കില്ലെന്നോ? പറയടി, ഇനി ഞാനുമായിട്ട് കൂട്ടില്ലെന്നാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം? നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഞാൻ ആ സത്യം പറഞ്ഞതുകൊണ്ട് എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നെ? ഞാൻ ഈ വീട്ടില് ജോലി ചെയ്യേണ്ടി വരും. നീ ഓഫീസിലും പോവും. നീയാണ് ഓഫീസിൽ പോവേണ്ടത്. ഞാൻ വീട്ടുകാര്യങ്ങളും നോക്കി ഇവിടെ നിന്നോളാം. അതിനാണോടി കഴുതേ നീ UK-ലൊക്കെ പോയി പഠിച്ചിട്ട് വന്നത്? അതൊന്നും ഇവിടെ വേണ്ട യോഗ്യതയല്ല, അത് മറ്റു പലതുമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തെ കുറിച്ച് നീ എന്നോട് സംസാരിക്കണ്ട. അഞ്ജു, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെ? നീ നിന്റെ കാവ്യോടല്ലേ സംസാരിക്കുന്നെ? നമ്മള് ഒരു മനസ്സോടെ ജീവിക്കുന്നവരല്ല. നമ്മള് തമ്മില് ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടോ? എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കുന്നു? ഇനിയും എന്റെ മോളെ ചതിച്ച് ജീവിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെയും അമ്മയും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അഞ്ജു, വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട.
നമ്മുടേത് ഒരു മനസ്സായാലും ഒരു 100 മനസ്സായാലും നമ്മൾ രണ്ടും രണ്ടാണ്. നമ്മുടെ ജീവിതവും രണ്ടാണ്. നീയും ഞാനും ഒന്നാണെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാ. നമ്മുടെ ചങ്ങാത്തം മുന്നോട്ട് പോവില്ല. നമ്മള് വേറെ ആവേണ്ടവരാണ്. ആയേ പറ്റൂ കാവ്യ. നീ എന്താ പറഞ്ഞത്? നീയും ഞാനും വേറെ വേറെയാണെന്നോ? ഇനി സുഹാസിനിയും രുക്കമ്മയും ഈ മുറിയിൽ വെച്ച് നടത്തുന്ന രഹസ്യ സംസാരം പുറത്തുനിന്ന് ഞാൻ ഈ ഓഡിയോ ബഗ് ഡിവൈസിലൂടെ കേൾക്കും. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി സുഹാസിനി. ഹലോ ശങ്കർ. ഹലോ. എന്തായി, വല്ല അറിവും കിട്ടിയോ? കിട്ടിയില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ കിട്ടും. ഞാൻ സുഹാസിനിയുടെ റൂമിൽ ഒരു ഓഡിയോ ബഗ് ഡിവൈസ് വച്ചിട്ടുണ്ട്. ആ റുക്കമ്മയും സുഹാസിനിയും തമ്മിലുള്ള രഹസ്യ സംസാരം ആ മുറിയിൽ വെച്ചാണ് നടക്കാറ്. ഇനി അവരെന്ത് സംസാരിച്ചാലും ഞാൻ പുറത്തുനിന്ന് കേട്ടിരിക്കും. വളരെ കരുതലോടെ വേണം കാര്യങ്ങൾ നീക്കാൻ. ഇത് പിടിക്കപ്പെട്ടാൽ സംശയിക്കണ്ട, ഞാൻ വീടിന് പുറത്തു പോകേണ്ടി വരും. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. അതെനിക്ക് വിട്ടേക്ക് വെക്കില്ലേ? അതൊന്നും സുഹാസിനി കണ്ടുപിടിക്കാൻ പോണില്ല. അബിയുടെ യഥാർത്ഥ പാരന്റ്സിനെ കണ്ടുപിടിച്ചാലേ ലീഗലായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അതെനിക്ക് അറിയില്ല വക്കീലേ. അതുകൊണ്ടല്ലേ സ്വന്തം വൈഫിന്റെ മുറിയിൽ തന്നെ ഓഡിയോ ബഗ് വെച്ചത്. വക്കീല് കാത്തിരുന്നു. അബിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുമായി ഞാൻ പെട്ടെന്ന് തന്നെ വക്കീലിനെ കാണാൻ വരുന്നുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കാവ്യ, കാവ്യ നിക്ക്. കാവ്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി നിനക്ക് എന്നോട് എന്താ പറയാനുള്ളത്? പറയാനുള്ളതിന്റെ മാക്സിമം നീ പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്തുകൊണ്ടാ ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് നീ ഒന്ന് കേക്ക്. നമ്മള് രണ്ടാളും വേറെ വേറെയല്ലേ? പിന്നെന്തിനാ നീ എനിക്കൊരു വിശദീകരണം തരുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? എടി, ഞാൻ ഒന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. നിന്നിൽ നിന്ന് കേട്ടത് അത്രയും ധാരാളം. നിനക്കെന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ അത് സഹിക്കാനും അംഗീകരിക്കാനും എനിക്ക് കഴിയണമല്ലോ. നീ ഓഫീസിൽ പോയി തുടങ്ങിയ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ. ഇതുവരെ എല്ലാവരുടെയും മുമ്പിൽ നാടകം കളിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എന്നായാലും ഞാൻ വീട്ടുജോലിയിലും നീ ഓഫീസിലും പോയേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതൊക്കെ ഞാൻ അംഗീകരിക്കാം. പക്ഷെ നീയും ഞാനും വേറെ വേറെയാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിന്നോട് ഞാൻ പൊറുക്കില്ല.
നീയായിട്ട് മുറിച്ചിട്ട നമ്മുടെ ബന്ധം കൂട്ടി യോജിപ്പിക്കാൻ എന്നെ കിട്ടില്ല. അത്രയ്ക്ക് വലിയ മുറിവ് നീ എന്റെ മനസ്സിനെ ഏൽപ്പിച്ചത്. ഈ ഭൂമിയിൽ എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് സഹിക്കാൻ കഴിയും. പക്ഷെ നിന്നെ നഷ്ടമായി എന്നത് പെട്ടെന്നൊന്നും പൊറുക്കാൻ എനിക്ക് പറ്റില്ല. കാവ്യ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയിടി. നമ്മൾ എന്തൊക്കെ കൊടുത്താലും നമ്മുടെ ഹൃദയം മറ്റൊരാൾക്ക് കൊടുക്കരുത്. വിശ്വസിച്ചു കൊടുത്താൽ അത് തകർത്തേ നമുക്ക് തിരിച്ചു തരൂ. ഇന്ന് നീയും അതെന്നെ പഠിപ്പിച്ചു. അഞ്ജലി, ഇതാണ് കാവ്യയുടെ സ്വഭാവം. അവളോട് എത്ര സ്നേഹവും സൗഹൃദവും കാണിച്ചാലും അതെല്ലാം മറന്ന് നമ്മുടെ നേരെ പൊട്ടിത്തെറിക്കാൻ അവൾക്ക് ഒരു നിമിഷം മതി. അഞ്ജലി അതൊന്നും കേട്ട് വിഷമിക്കണ്ട. നിനക്ക് എന്ന് തൊട്ട് കാവ്യ അറിയാം? നീ അവൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് എഴുതണ്ട. അവളുടെ ക്യാരക്ടർ നിനക്ക് അന്നും ഇന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് മേലാൽ അറിയാത്ത കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ് വലിയ ആൾ അവൻ എന്റെ അടുത്തോട്ട് വരണ്ട. ഞാനൊരു റിയാലിറ്റി പറഞ്ഞിട്ടും ഇവളെന്താ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ആ ശരിയാവുമായിരിക്കും. മോളിപ്പോ വലിയ ടെൻഷനിലാണെന്ന് എനിക്കറിയാം. അതൊക്കെ മറന്നേക്കെന്ന് പറയാൻ എളുപ്പമാ, പക്ഷേ അത്ര പെട്ടെന്നൊന്നും അതിന് പറ്റില്ല എന്ന് എനിക്കറിയാം. കൂട്ടുകാരികളാവുമ്പോ മനസ്സ് തുറന്ന് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും, ഒരിക്കലും പിരിയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു വാക്ക് മതിയാവും എല്ലാം അവസാനിക്കാൻ. അതുകൊണ്ട് കാവ്യ ഇപ്പോ അത് ഓർത്തു നിൽക്കാതെ ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് പോണം. കാവ്യ എനിക്ക് തന്ന വാക്കിന്റെ പേരിൽ പറയുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അല്ലെങ്കിൽ അഞ്ജലി വീട്ടുജോലി ചെയ്യണം എന്ന ഉദ്ദേശത്തിലും അല്ല പറയുന്നത്. കാവ്യയുടെ എഡ്യൂക്കേഷനും സ്മാർട്ട്നെസ്സും കമ്പനിക്കൊരു മുതൽക്കൂട്ടാവും. ബിസിനസ് സെക്ടറിൽ കാവ്യയ്ക്ക് വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആന്റി നല്ല കോൺഫിഡൻസോടു കൂടിയാ പറയുന്നത്. അതുകൊണ്ട് തന്നെയാ ഞാൻ അന്ന് കാവ്യയെ കമ്പനിയുടെ ചെയർപേഴ്സൺ ആക്കാൻ തീരുമാനിച്ചതും. പക്ഷേ കാവ്യ എന്നത് നിരസിച്ചു. അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം. മോളെ, നാളെ കമ്പനിയിൽ ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കേണ്ടവളാണ് നീ. ആദ്യം നമ്മളൊരു പൊസിഷനിൽ എത്താൻ ശ്രമിക്കുക. അതിനുശേഷമേ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാവൂ. നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാ. ഏത് ബന്ധവും ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാ. ഒരു സൂചിക്കുത്തു മതി എല്ലാം അവസാനിക്കാൻ. അതുകൊണ്ട് മോൾ ഓഫീസിലേക്ക് പോവാൻ റെഡിയാവും. ഇനി ഒരു സംശയവും വേണ്ട. ആന്റിയുടെ കൂടെ മോൾ ഇന്ന് ഓഫീസിൽ വന്ന് ചാർജ് എടുക്കുന്നു. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നിന്നിൽ. നീ ഇന്ന് ആന്റിയുടെ കൂടെ വരില്ലേ? അഞ്ജലിയെ കുറിച്ചൊന്നും മോൾ ഇപ്പൊ ചിന്തിക്കണ്ട. അവൾക്ക് വേണ്ടി എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറായി മോള്. അവളെപ്പറ്റി ചിന്തിച്ചിനി സമയം കളയണ്ട. അഞ്ജലി വേണ്ട, അവളെ പറ്റി ഇനി പറയണ്ട. ഞാൻ ആന്റിയുടെ കൂടെ വന്ന് ഓഫീസിൽ ചാർജ് എടുക്കാൻ തയ്യാറാ. വെരി ഗുഡ്. ഇപ്പോഴാ മോള് പ്രാക്ടിക്കലായി ചിന്തിച്ചു തുടങ്ങിയത്. ഓൾ ദി ബെസ്റ്റ്. അതെ, ഞാൻ ഹാപ്പി ആവാതിരിക്കൂ. എന്റെ മരുമകൾ ഇന്ന് കമ്പനിയുടെ ചെയർപേഴ്സണായി ചാർജ് എടുക്കുകയല്ലേ.
കാവ്യ ഓഫീസിലേക്ക് ഇറങ്ങി. ഞാൻ പിന്നെ വിളിക്കാം. ഐശ്വര്യമായിട്ട് പോയി ജോലി പ്രവേശിക്കും. നീ ഇരിക്കേണ്ടത് അവിടെയാ. സുഹാസിനി, 11:30 മുമ്പ് ഓഫീസിൽ കയറണം. 11:30 കഴിഞ്ഞാൽ രാഹുകാല. അതെ, എന്നാ ഇനി ലേറ്റ് ആവണ്ട. കാവ്യ നിന്റെ കാറിൽ പോന്നോട്ടെ. ശരി. ചെല്ലുമോളെ. കാവ്യ, കാവ്യ, ഓൾ ദി ബെസ്റ്റ്. ഈശ്വര, വലിയ ഡിഗ്രിയൊക്കെ ഉള്ള അടുക്കളക്കാരിയെ കിട്ടിയില്ല. വെൽക്കം ടു അവർ ഡ്യൂക്ക് ആൻഡ് ദെയർ ഫാമിലി. എന്റെ മരുമകൾ കാവ്യയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. എന്നാൽ നിങ്ങളെ ഓരോരുത്തരെയും ഒരു പ്രത്യേക കാര്യം അറിയിക്കാനുണ്ട്. ഡ്യൂക്ക് എംപയറിൽ സുഹാസിനി ശങ്കറിന്റെ അടുത്ത അവകാശി ഈ നിൽക്കുന്ന എന്റെ മരുമകൾ കാവ്യയാണ്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഭാവിയിൽ എന്റെ ചേറിൽ ഒരു ബിസിനസ് വുമൺ തന്നെ വരണം. എന്റെ മരുമകൾക്ക് അതിന് കഴിയും. നിങ്ങൾ എനിക്ക് തരുന്ന ഈ റെസ്പെക്ട് ഇന്നു മുതൽ കാവ്യക്കും കൊടുക്കണം. ഷംനാഥ്. യെസ് മാം. ഗുഡ് മോർണിംഗ് മാഡം. എന്താ എല്ലാരും കൂടി എന്നെ ഇൻസൾട്ട് ചെയ്യാ? എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയപ്പോ അമ്മയ്ക്കും മക്കൾക്കും തൃപ്തിയായില്ലേ? ഒരുത്തി ഇവിടെ നിന്ന് ഇറക്കി വിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചപ്പോ എല്ലാവർക്കും സന്തോഷായില്ലേ? കാവ്യ, നിങ്ങളുടെ അമ്മയ്ക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്ന് ബിസിനസിന്റെ ABCD അറിയാത്ത എന്നെ ഡ്യൂക്ക് എംപയറിന്റെ അനന്തരാവകാശിയെ പ്രഖ്യാപിക്കണമെങ്കിൽ അവർക്ക് എന്തോ കാര്യമായ മെന്റൽ പ്രോബ്ലം ഉണ്ട്. കാവ്യ, കാവ്യ പ്ലീസ് പതുക്കെ. അമ്മ അങ്ങനെ പറഞ്ഞത് അമ്മയുടെ സ്വപ്നമാ. നിങ്ങളുടെ അമ്മയുടെ സ്വപ്നങ്ങള് എന്റെ തലയിലാണോ കെട്ടിവെക്കുന്നത്? അത് നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാ. അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ എനിക്ക് എന്ത് എക്സ്പീരിയൻസാ ഉള്ളത്? ഇതൊന്നും അല്ലെന്ന് എനിക്കറിയാം. അവർക്ക് തോന്നുന്നത് നടക്കണം. അതിൽ കവിഞ്ഞൊരു ചിന്ത നിങ്ങളുടെ അമ്മയ്ക്കില്ല. പക്ഷേ ഇനി ഞാൻ പ്രതികരിക്കും. കാവ്യ, നമ്മളെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുന്നതും അവരുടെ ഒരു ദുർവാശി കാരണം. ആദ്യേട്ടാ, ഞാനൊരു കാര്യം പറയാം. എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് നല്ലൊരു സൈക്യാട്രിസ്റ്റിന്റെ കൗൺസിലിംഗ് കൊടുത്തില്ലെങ്കിലേ പെടാൻ പോകുന്നത് നമ്മളായിരിക്കും. കാവ്യ എന്താ ഉദ്ദേശിച്ചത്? ആരോടും ചോദിക്കാതെ ഇങ്ങനെ ഓരോ തീരുമാനം എടുക്കുന്ന നിങ്ങളുടെ അമ്മ വരുന്ന വർഷം മെയ് 30-ന് രേവതി നക്ഷത്രത്തിൽ ആദർശിന്റെ കുഞ്ഞിനെ കാവ്യ പ്രസവിക്കണമെന്നെങ്ങാനും പറഞ്ഞ ആദർശേട്ടൻ എന്ത് ചെയ്യും? എന്താ ഒന്നും പറയാത്തത്? ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ആദർശേട്ടന്
ഒട്ടും പ്രതീക്ഷിക്കാതെ സെക്കൻഡുകൾക്കുള്ളിൽ എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിച്ചില്ലേ? നമ്മള് പരസ്പരം മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ താലി നമുക്കൊരു ബാധ്യതയല്ല. പക്ഷെ അമ്മ ഇപ്പൊ എടുത്ത തീരുമാനം ഞാൻ പറഞ്ഞതുപോലെ ആയ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാരണം നിങ്ങളുടെ അമ്മ സമനില തെറ്റി നടക്കുക. കാവ്യ പതുക്കെ. പതുക്കെ പറയാനും എല്ലാം കേട്ട് പതുങ്ങി നിൽക്കാനും എന്നെ കിട്ടില്ല. ഈ ഭ്രാന്തിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇനി നിങ്ങളുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞു ആറ്റുകാല അമ്മയാണ് സത്യം. എന്റെ പ്രതികരണം നിങ്ങളുടെ അമ്മയ്ക്ക് താങ്ങാനാവില്ല. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. കാവ്യ ഇപ്പൊ ഒന്ന് ക്ഷമിക്ക്. ക്ഷമിക്കില്ല. എന്നെ തലയിലേറ്റ് നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. കാവ്യ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടിയൊന്നും അല്ല. കാവ്യ, ദേ അമ്മ വരുന്നു. ആ വരട്ടെ, ഇപ്പൊ തന്നെ ഞാൻ അതിനുള്ള മറുപടി കൊടുക്കാം. ശ്ശോ, ദൈവമേ. ഒരു അമ്മ. അമ്മേ, ഇപ്പൊ കാവ്യയുടെ ക്യാബിനിലേക്ക് പോണ്ട. എന്തു പറ്റി? ഈ നെയിം ബോർഡ് അവിടെ വെക്കാൻ പോവുക. ഏയ്, അതൊക്കെ പിന്നെ വെക്കാം. അവൾക്ക് ഇപ്പൊ കുറച്ച് റെസ്റ്റ് വേണം. എന്തു പറ്റി അവൾക്ക്? അത് ചെറിയൊരു തലവേദനയുള്ളൂ. കുറച്ചു നേരം റെസ്റ്റ് എടുത്തോട്ടെ. പുതിയ പോസ്റ്റിലേക്ക് വരുന്നതിന്റെ ടെൻഷനായിരിക്കും. വലിയ റെസ്പോൺസിബിലിറ്റി അല്ലേ ഞാൻ അവളുടെ തലയിൽ വെച്ചു കൊടുത്തത്. അതെ അതെ, അതിന്റെ. ഷംനാഥ്, അവൾക്ക് നല്ലൊരു കോഫി എടുക്കാൻ പറയും. അതുവരെ റെസ്റ്റ് ചെയ്യട്ടെ. ശരി മാഡം. ഇത് അവിടെ വെച്ചോട്ടെ. ഏയ് വേണ്ട, ഞാൻ വെച്ചോളാം. ശരി സർ.